ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ധ്യാന വിഷയം കനാന്യ സ്ത്രീയുടെ മകളുടെ സൗഖ്യം. അതിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. അതിൻ്റെ 28-ാം വാക്യം: സ്ത്രീയെ, നിൻ്റെ വിശ്വാസം വലിയത്, നിൻ്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. കനാന്യ സ്ത്രീയുടെ മകൾക്ക് സൗഖ്യം കൊടുക്കുന്ന യേശു. യഹൂദ ജാതിയിൽപ്പെടാത്ത അന്യജാതിയിൽപ്പെട്ട താണജാതിക്കാരിയായ ഒരു സ്ത്രീയാണ് ഇവിടെ തൻ്റെ മകളുടെ സൗഖ്യത്തിനായി യേശുവിനോട് അപേക്ഷിക്കുന്നത്. അസാധാരണ വഴികളിൽ സാധാരണക്കാരെ തിരക്കിയിറങ്ങുന്ന ദൈവം, അതായത് സ്ഥിരമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും മാറി പുതിയ വ്യക്തികളെ തിരക്കിയിറങ്ങുന്ന ദൈവം. യഹൂദന്മാർ ആട്ടി ഓടിക്കുന്ന ഇടങ്ങളിൽ യേശു അവരെ ചേർത്ത് പിടിക്കുന്ന അനുഭവം. എന്തുകൊണ്ടാണ് ഇവിടെ യേശു ഈ സ്ത്രീയുടെ അപേക്ഷ കേട്ട് അവൾക്ക് ഉത്തരം നൽകിയത്, അല്ലെങ്കിൽ അവളുടെ മകൾക്ക് സൗഖ്യം കൊടുത്തത്? അവളുടെ വിശ്വാസം. 28-ാം വാക്യത്തിൽ പറയുന്നു, സ്ത്രീയെ, നിൻ്റെ വിശ്വാസം വലിയത്. ഇവിടെ 3 തരത്തിലുള്ള വിശ്വാസം കാണുവാൻ സാധിക്കും. ഒന്ന്, നിശ്ചയമുള്ള വിശ്വാസം അല്ലെങ്കിൽ ഉറപ്പുള്ള വിശ്വാസം. ഇവിടെ കനാന്യ സ്ത്രീ തൻ്റെ രോഗിയായ മകൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ച് പറയുന്നു. എന്നാൽ യേശു ഒരു വാക്കുപോലും പറയാതെ മുൻപോട്ട് പോകുകയാണ്. പ്രതിസന്ധികൾ തൻ്റെ മുമ്പിൽ ഉണ്ടാകുമ്പോഴും തൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകാൻ യേശുവിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് അവൾക്ക് ഉറപ്പുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഒരു ഭാഗമാണ് പ്രതിസന്ധികൾ അല്ലെങ്കിൽ കഷ്ടതകൾ, പ്രയാസങ്ങൾ എന്ന് ഒരു ദൈവ പൈതൽ മനസ്സിലാക്കണം. ദൃഢനിശ്ചയമുള്ള വിശ്വാസമുള്ളവർക്ക് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മാനസിക നില തെറ്റാതെ ദൈവഹിതമാണെന്ന് മനസ്സിലാക്കി അവനിൽ ശരണപ്പെടുവാൻ സാധിക്കും. ഉറപ്പുള്ള വിശ്വാസത്തോടും പരമാർത്ഥ ഹൃദയത്തോടും കൂടി അവൻ്റെ അടുത്ത് ചെല്ലുക. തീർച്ചയായിട്ടും നാം പ്രാർത്ഥിക്കുമ്പോൾ ഉറപ്പുള്ള വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കണം. ഇത് എനിക്ക് ലഭിക്കും ഉള്ള ആ വിശ്വാസം. രണ്ടാമതായി, നിരാശപ്പെടാത്ത വിശ്വാസം. യേശുവിൻ്റെ അടുത്ത് വന്ന് കന്യാന്യ സ്ത്രീയുടെ മാനസിക അവസ്ഥ നാം ചിന്തിക്കണം. തൻ്റെ മകൾ ഭൂതോപദ്രവത്തിനടിമയാണ്. ഈ വിവരം യേശുവിനോട് പറയുമ്പോൾ ഒരു വാക്കുപോലും പറയാതെ യേശു നടന്നു നീങ്ങുന്നു. 23-ാം വാക്യത്തിൽ പറയുന്നു, ശിഷ്യന്മാർ യേശുവിനോട് അവളെ പറഞ്ഞയക്കാൻ അപേക്ഷിക്കുകയാണ്. എന്നാൽ ഈ സ്ത്രീ ഇവിടെ നിരാശപ്പെടുന്നില്ല. അവൾ പിന്നെയും യേശുവിനെ പിന്തുടരുന്നു. വേദനിക്കുന്ന ഒരമ്മയുടെ മനസ്സാണ് നാം ഇവിടെ കാണുന്നത്. തൻ്റെ മകൾക്ക് എങ്ങനെയെങ്കിലും സൗഖ്യം കിട്ടണം, അതാണ് ആ അമ്മയുടെ ആവശ്യം. എന്നാൽ ഇവിടെ യേശു കഠിനമായ വാക്കുകൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു. 26-ാം വാക്യം: മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് നന്നല്ല. ഇവിടെ കഠിനമായ വാക്കാണ്, ആരെയും വേദനിപ്പിക്കുന്ന ഒരു വാക്കാണ് യേശു ഇവിടെ പറഞ്ഞത്. എന്നാൽ ഇവിടെ യേശു മിണ്ടാതെ പോയിട്ടും ഒഴിവാക്കാൻ ആഗ്രഹിച്ചിട്ടും വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞിട്ടും ഈ സ്ത്രീ നിരാശയായില്ല. അവളുടെ വിശ്വാസത്തെ ഇതൊന്നും ബാധിച്ചില്ല. നിരാശയാകാതെയുള്ള അടിയുറച്ച വിശ്വാസം. നാം ഒന്ന് മനസ്സിലാക്കണം, കഷ്ടതകൾ ദൈവത്തെ കണ്ടുമുട്ടുവാനുള്ള അവസരങ്ങൾ ആയിരിക്കാം. യേശുവിനെ ശരിക്കും രുചിച്ചറിയാനുള്ള കാരണം ആയിരിക്കാം. ജീവിതത്തിൽ ഇതുപോലുള്ള സമ്മർദ്ദങ്ങൾ അല്ലെങ്കിൽ പ്രതിസന്ധികൾ നമുക്ക് വരുമ്പോൾ നാം ചിന്തിക്കണം, നാം ഒന്നുകൂടി രൂപാന്തരപ്പെട്ട് യേശുവിനെ രുചിച്ചറിഞ്ഞ് ഒരു ചുവട് കൂടി മുൻപോട്ട് വെച്ച് യേശുവിനോടൊപ്പം സഞ്ചരിക്കാനായിരിക്കും എനിക്ക് ഇത് എൻ്റെ കർത്താവ് തന്നത് എന്ന് നാം മനസ്സിലാക്കണം. മൂന്നാമതായി, നിർബന്ധിക്കുന്ന വിശ്വാസം. കനാന്യ സ്ത്രീ തൻ്റെ മകൾക്ക് വേണ്ടി അപേക്ഷിക്കുകയാണ്. എന്നാൽ യേശുവിൽ നിന്നും അനുകൂലമായ മറുപടി ഒന്നും ലഭിക്കാതെ വന്നപ്പോൾ അവൾ യേശുവിനെ നമസ്കരിച്ചു. 25-ാം വാക്യം:
എന്നാൽ അവൾ വന്നു, കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് നമസ്കരിച്ചു. യേശുവിൻ്റെ മുമ്പിൽ താണു വീണ് കുമ്പിട്ട് അപേക്ഷിക്കുകയാണ്. ഇവിടെ പ്രവർത്തിക്കുവാൻ യേശുവിനെ നിർബന്ധിക്കുന്നതായി കാണുവാൻ സാധിക്കും. ഒരു കൊച്ചു കുഞ്ഞ് അവൻ ആഗ്രഹിക്കുന്ന കാര്യം സാധിക്കാൻ വേണ്ടി തൻ്റെ പിതാവിൻ്റെ അടുത്ത് വന്ന് ആദ്യം പറഞ്ഞു നോക്കും, പിന്നെ കരയും. അത് കഴിഞ്ഞ് താഴെ വീണ് ഉരുണ്ട് കരഞ്ഞ് നിർബന്ധമെടുക്കും. എനിക്കിത് കിട്ടിയേ മതിയാകൂ, എനിക്കിപ്പോൾ ഇത് വേണം എന്ന് പറഞ്ഞ് ആ കുഞ്ഞ് നിർബന്ധമെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ആ പിതാവ് അത് സാധിച്ചു കൊടുക്കും. അപ്രകാരം നമുക്കും നമ്മുടെ പിതാവിനോടും നമ്മെ സൃഷ്ടിച്ച ഈ ഭൂമിയിലാക്കിയ തമ്പുരാനോട് എന്തും ചോദിക്കാനും അപേക്ഷിക്കാനും ഉള്ള സ്വാതന്ത്ര്യമുണ്ട്, അല്ലെങ്കിൽ അവകാശം ഉണ്ട്. ചോദിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും എന്നാണല്ലോ യേശു അരുളി ചെയ്തിരിക്കുന്നത്. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 19-ാം വാക്യം. കൃപ ചെയ്യുവാൻ എനിക്ക് മനസ്സുള്ളവരോടെ ഞാൻ കൃപ ചെയ്യും, കരുണ കാണിപ്പാൻ എനിക്ക് മനസ്സുള്ളവരോടെ ഞാൻ കരുണ കാണിക്കും. തീർച്ചയായിട്ടും എല്ലാത്തിനും തമ്പുരാന് ഓരോ സമയമുണ്ട്. അവൻ്റെ സമയമാകുമ്പോൾ അവൻ തീർച്ചയായിട്ടും പ്രവർത്തിക്കും. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായവൻ തൻ്റെ വാഗ്ദത്തങ്ങൾ അവൻ്റെ സമയത്ത് നിറവേറ്റും. നമ്മുടെ ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. അവൻ തീർച്ചയായിട്ടും നമ്മുടെ വാഗ്ദത്തങ്ങൾ, അല്ലെങ്കിൽ അവൻ്റെ വാഗ്ദത്തങ്ങൾ അവൻ്റെ സമയത്ത് നിറവേറ്റും. ഇവിടെ ഈ സ്ത്രീയുടെ 3 വിശ്വാസത്തെക്കുറിച്ചാണ് ഞാൻ പങ്കുവെക്കുവാൻ ആഗ്രഹിച്ചത്. 1. നിശ്ചയമുള്ള വിശ്വാസം. 2. നിരാശപ്പെടാത്ത വിശ്വാസം. 3. നിർബന്ധിക്കുന്ന വിശ്വാസം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ദൈവത്തോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, നീ എവിടെയും ഏത് സമയത്തും പ്രവർത്തിക്കുന്നവനാണ് എന്നുള്ള നിശ്ചയമുള്ള വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ എന്നപേക്ഷിക്കാം. കർത്താവെ, പ്രതിസന്ധികളിൽ നിരാശപ്പെടാതെ അന്ത്യത്തോളം പിടിച്ചു നിൽപ്പാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ എന്ന് അപേക്ഷിക്കാം. പ്രാർത്ഥനയാലും ഉപവാസത്താലും ഈ നോമ്പ് ദിവസങ്ങളിൽ അങ്ങയ്ക്ക് പ്രസാദകരമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇപ്രകാരമുള്ള ഒരു ജീവിതം നയിക്കുവാൻ സർവശക്തൻ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.